Good afternoon, children. Welcome to our English class. How are you, children? Fine. Good. Dear children, what we learned in our last class? What we learned in our last class? We learned a story. Very good. We learned a story. What's the name of the story? What was the name of the story? Androcles and the lion. The Androcles and the lion. Okay, very good. Dear children, who was Androcles? Who was Androcles? Androcles? Very good. Androcles was a slave. Very good. Androcles was a slave. ഒരു slave ആയിരുന്നു അല്ലേ? Worked in a rich man's house. ഒരു വലിയ ഒരു ധനവാന്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ലേവ് ആയിരുന്നു ആര്? ആൻഡ്രോക്ലേസ്. Is he like his master? Is he like his master? Androcles like his master? ഇഷ്ടമായിരുന്നോ മാസ്റ്ററിനെ? നോ, ഇഷ്ടമല്ലായിരുന്നു അല്ലേ? വൈ? Because the master always punished him and he made work him day and night അല്ലേ? രാത്രിയും പകലും ഒക്കെ കഷ്ടപ്പെട്ട് എപ്പോഴും പണിയെടുപ്പിക്കുമായിരുന്നു. ദാറ്റ് ഈസ് വൈ ഹീ ഈസ് നോട്ട് ഹാപ്പി, ഹീ ഈസ് അൺഹാപ്പി അല്ലേ? ദാറ്റ് ഈസ് വൈ ഹി വാസ് അൺഹാപ്പി. വാസ് ആൻഡ്രോക്ലേസ് വാസ് അൺഹാപ്പി അല്ലേ? അതുകൊണ്ട് തന്നെ ആൻഡ്രോക്ലേസ് എന്തായിരുന്നു? അൺഹാപ്പി ആയിരുന്നു. തീരെ സന്തോഷമില്ലായിരുന്നു. വൺ ഡേ ആൻഡ്രോക്ലേസ് decided to run from his master. മാസ്റ്ററിൻ്റെ അടുത്ത് നിന്ന്, ആൻഡ്രോക്ലേസിൻ്റെ മാസ്റ്ററിൻ്റെ അടുത്ത് നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് ആൻഡ്രോക്ലേസ് ഡിസൈഡ് ചെയ്യാണ്. സോ ഹി ran to the desert. ഡെസേർട്ടിലേക്ക് ഒരുപാട് ദൂരം ഓടിപ്പോയി. ഹി ran. That is why Androcles very tired. ഒരുപാട് നേരം ഒരുപാട് ദൂരം ഇങ്ങനെ ഓടിക്കൊണ്ടേ പോയി. അതുകൊണ്ട് തന്നെ ആൻഡ്രോക്ലേസിന് വളരെയധികം ടയർഡായിരുന്നു. ഓൺ ദ വേ ഹി സോ എ കേവ്. ആ പോകുന്ന വഴിയിലാണ് ഒരു കേവ് കണ്ടു. വാട്ട് ഈസ് ദാറ്റ് കേവ്? കേവ് മീൻസ് ഗുഹ. ഓൺ ദ വേ ഹി സോ എ കേവ്. ഒരു കേവ് കണ്ടു. ഹി ഡിസൈഡ് ടു ടേക്ക് റെസ്റ്റ് ഫ്രം ദ. ആഫ്റ്റർ സം ടൈം ഹി വെന്റ് ടു സ്ലീപ്പ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്തായി? ആൻഡ്രോക്ലേസ് മെല്ലെ ഉറക്കത്തിലേക്ക് പോയി. ചിൽഡ്രൻ, ബട്ട് ദ കേവ് ബിലോങ്ഡ് ടു എ ലയൺ. ഈ കേവ് ആരുടേതായിരുന്നു? ഒരു ലയൻ്റേതായിരുന്നു. ബട്ട് ആൻഡ്രോക്ലേസ് ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. ആൻഡ്രോക്ലേസിന് അറിയായിരുന്നോ? ഇല്ലല്ലേ. ദ കേവ് ബിലോങ്ഡ് ടു എ ലയൺ. ദ കേവ് ബിലോങ്ഡ് ടു ദ ലയൺ. ദ ലയൺ ഹാഡ് ഔട്ട് ഹണ്ടിങ് ഫോർ ഇറ്റ്സ് ഫുഡ്. ഈ ലയണ് ഹണ്ടിങ്ങിനായിട്ട് പുറത്തേക്ക് പോയിട്ടുള്ളതായിരുന്നു. ബട്ട് അവർ ആൻഡ്രോക്ലേസ് ഡോണ്ട് നോ അബൌട്ട് ദിസ്. ഇതൊരു ലയണിൻ്റെ കേവാണ് എന്നൊന്നും നമ്മുടെ ആൻഡ്രോക്ലേസിന് അറിയില്ലായിരുന്നു. പൂവർ ആൻഡ്രോക്ലേസ് അല്ലേ? പാവ ആൻഡ്രോക്ലേസ് ആണല്ലേ? അത് അങ്ങനെ മെല്ലെ ക്ഷീണം കൊണ്ട് നമ്മുടെ ആൻഡ്രോക്ലേസ് ഉറങ്ങിപ്പോയി. ആഫ്റ്റർ സം ടൈം ആൻഡ്രോക്ലേസ് വേക്ക് അപ്പ് ഫ്രം ഹിസ് സ്ലീപ്പ്. കുറച്ച് സമയത്തിന് ശേഷം ആൻഡ്രോക്ലേസിൻ്റെ ഉറക്കത്തിൽ നിന്നും എണീക്കുകയാണ്. He heard a roar. The lion's roar. ഒരു റോറിങ് കേൾക്കുകയാണ്, ഒരു അലർച്ച കേൾക്കുകയാണ്. He understand that is lion's roar. ലയണിൻ്റെ റോറാണെന്ന് മനസ്സിലായി. He looked around. ചുറ്റും നോക്കി. He saw a lion. എവിടെ കണ്ടു? ആ കേവിൽ ഒരു ലയണിനെ കണ്ടു. Androcles very afraid. വളരെയധികം പേടിച്ചു പോയി നമ്മുടെ ആൻഡ്രോക്ലേസ്. പൂവർ ആൻഡ്രോക്ലേസ്. ഹി അഫ്രൈഡ് വെൽ. വളരെയധികം പേടിച്ചു പോയി. ദ ലയൺ കെയിം ടു ഹിം. ഈ ലയണ് നമ്മുടെ ആൻഡ്രോക്ലേസിൻ്റെ അടുത്തേക്ക് വന്നു. സോ ഹി അഫ്രൈഡ്. അതുകൊണ്ട് തന്നെ ആൻഡ്രോക്ലേസ് വളരെയധികം പേടിച്ചു. ആൻഡ് ദ ലയൺ റോറഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. വീണ്ടും ഇങ്ങനെ റോറിങ് ചെയ്യാണ്. സോ Androcles understand the lion want to tell something to him. ഈ ലയണിന് എന്തോ ഒന്ന് എന്നോട് പറയാനുണ്ട് എന്ന് നമ്മുടെ ആൻഡ്രോക്ലേസിന് മനസ്സിലാവുകയാണ്.
ഡിയർ ചിൽഡ്രൻ, അപ് ടു ദിസ് വി ലേൺഡ് ഇൻ അവർ ലാസ്റ്റ് ക്ലാസ്. അല്ലേ, ഇതുവരെയാണ് നമ്മൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഈ സ്റ്റോറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്, കേട്ടിട്ടുണ്ടായിരുന്നത്. Then what happened? The lion held up its paw and roared loudly. The lion held up its paw. ലയൺ എന്ത് ചെയ്തു? ലയണിൻ്റെ പോ ഇങ്ങനെ ഉയർത്തി കാണിച്ചു. പോ മീൻസ് എന്താണ്? ഇമേജിൽ കാണുന്നില്ലേ? ഈ ഒരു ലയണിൻ്റെ ഹാൻഡിനെയാണ് നമ്മൾ പോ എന്ന് പറയുന്നത്. ഈ ഭാഗത്തെയാണ് പോ എന്ന് പറയുന്നത്. ദ ലയൺ ഹെൽഡ് അപ്പ് ഇറ്റ്സ് പോ ആൻഡ് റോറഡ് ലൗഡ്ലി. എന്നിട്ട് ഇങ്ങനെ ഉച്ചത്തിൽ ഇങ്ങനെ വീണ്ടും റോറിങ് ചെയ്തു. Androcles looked at the lion's paw. Androcles looked at the lion's paw. Androcles എന്ത് ചെയ്ത അന്നേരം? looked at the lion's paw. ലയണിൻ്റെ പോയിലേക്ക് ഇങ്ങനെ നോക്കി നിന്നു, ഫുട്ടിലേക്ക് ഇങ്ങനെ നോക്കി നിന്നു. A thorn was stuck in it. ഒരു മുള്ള ഇങ്ങനെ കുത്തിയിരിക്കുന്നു. സോ ദ ലയൺ എന്ത് തോന്നുന്നു? ലയൺ ഫീൽ വെരി ഹർട്ട്, അല്ലേ? വളരെയധികം ഹർട്ട് ചെയ്യുന്നു, വേദനിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ലയൺ ഇങ്ങനെ റോറിങ് ചെയ്യുന്നത്, അല്ലേ? ഹി ജെന്റ്ലി പുള്ളഡ് ദ ത്രോൺ ഔട്ട് ഓഫ് ദ ലയൺസ് പോ. ഹി ജെന്റ്ലി പുള്ളഡ് ദ ത്രോൺ ഔട്ട് ഓഫ് ദ ലയൺസ് പോ. എന്ത് ചെയ്തു? ആൻഡ്രോക്ലിസ് മെല്ലെ പതുക്കനെ, ജെന്റ്ലി വളരെ പതുക്കനെ ആയിട്ട് ഇങ്ങനെ പുള്ളഡ് ഔട്ട് ഓഫ് ദ ലയൺസ് പോ. പുള്ളഡ് മീൻസ് വാട്ട് ഈസ് പുള്ളഡ്? നിങ്ങൾ ഒരുപാട് കണ്ട ഒരു വേർഡായിരിക്കും പുള്ളഡ്. പുഷ് എന്നൊക്കെ, അല്ലേ? പുള്ളെന്ന് പറഞ്ഞാൽ എന്താണ്? വലിച്ചെടുത്തു. പുഷ് എന്ന് മീൻസ് തള്ളല്ലേ? തള്ളുന്നതിനാണ് നമ്മൾ പുഷ് എന്ന് പറയുക. പുള്ളെന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുക. ഹി ജെന്റ്ലി പുള്ളഡ് ദ ത്രോൺ ഔട്ട് ഓഫ് ദ ലയൺസ് പോ. പതുക്കനെ എന്ത് ചെയ്തു? വലിച്ചെടുത്തു. എന്ത്? ഈ ഒരു പോവിൽ നിന്നും, ലയണിൻ്റെ പോവിൽ നിന്നും ഈ ഒരു മുള്ള് മെല്ലെ വലിച്ചെടുത്തു. ദ ലയൺ ലിക്ക്ഡ് ഹിസ് ഫേസ്. അപ്പോൾ ഈ ഒരു മുള്ള് നമ്മൾ അതിൻ്റെ പോയിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ ഒരുപാട് വേദനയ്ക്ക് ആശ്വാസം ഉണ്ടായിരിക്കും, അല്ലേ? അന്നേരം അതിന് വളരെ സന്തോഷമായി. ആർക്ക്? ലയണും ഒരുപാട് സന്തോഷമായി. ദ ലയൺ ലിക്ക്ഡ് ഹിസ് ഫേസ്. ആ ഒരു സന്തോഷത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്ത്? ലിക്ക്ഡ് ഹിസ് ഫേസ്. ലിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഒരു ലയണിൻ്റെ ഒക്കെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ലിക്കിങ് ചെയ്തിട്ടാണ്. ഇങ്ങനെ നാവ് കൊണ്ട് ഇങ്ങനെ നക്കുകയാണ് ചെയ്യുന്നത്. ഹിസ് ഫേസിൽ അങ്ങനെ നക്കി. ഓക്കെ, ദിസ് വാസ് ദ ലയൺസ് വേ ഓഫ് സെയിങ് താങ്ക് യു. അത് എന്തിനാണ് അങ്ങനെ ചെയ്തത്? ദിസ് വാസ് ദ ലയൺസ് വേ ഓഫ് സെയിങ് താങ്ക് യു. അതിൻ്റെ സന്തോഷത്തിൻ്റെ മുകളിൽ താങ്ക് യു എന്ന് പറയുകയാണ്. ലയണിന് സംസാരിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? ആകെ റോറിങ് ചെയ്യാനൊക്കെ അറിയുള്ളൂ, അല്ലാണ്ട് സംസാരിക്കാൻ അറിയോ? ഇല്ല. അപ്പോൾ അതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? ദ ലയൺ ലിക്ക്ഡ് ഹിസ് ഫേസ്. ലയൺ ലിക്ക്ഡ് ആൻഡ്രോക്ലീസ് ഫേസ്. ആൻഡ്രോക്ലീസിൻ്റെ ഫേസിൽ ഇങ്ങനെ ലിക്ക് ചെയ്തിട്ടാണ് താങ്ക് യു എന്ന് പറഞ്ഞത്, അല്ലേ? താങ്ക് യു എന്ന് പറഞ്ഞത് പറയുകയാണോ ചെയ്തത്? അല്ല, അതിൻ്റെ സന്തോഷം ലിക്ക് ചെയ്ത് ഇങ്ങനെ അറിയിച്ചു. ആൻഡ്രോക്ലീസ് ആൻഡ് ദ ലയൺ ബിക്കം ഫ്രണ്ട്സ്. അങ്ങനെ ആൻഡ്രോക്ലീസും ലയണും നല്ല ഫ്രണ്ട്സായി. ഹി സ്റ്റേഡ് ഇൻ ദ കേവ് ഫോർ എ ഫ്യൂ ഡേയ്സ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ എവിടെ താമസിച്ചു? കേവിൽ താമസിച്ചു. ലയണിൻ്റെ കൂടെ തന്നെ ആ കേവിൽ ആൻഡ്രോക്ലീസ് താമസിച്ചു. വൺ ഡേ ദ മാസ്റ്റേഴ്സ് മെൻ കെയിം ടു ഡെസേർട്ട് ആൻഡ് ക്യാച്ച് ആൻഡ്രോക്ലീസ്. എന്ത് ചെയ്തു? ഒരു ദിവസം ഈ മാസ്റ്റേഴ്സ് മെൻ കെയിം ടു ദ ഡെസേർട്ട്. ഈ ഡെസേർട്ടിലേക്ക് വന്നു. ഈ മാസ്റ്റേഴ്സിൻ്റെ കൂടെയുള്ള പടയാളികളെല്ലാവരും എന്ത് ചെയ്തു? ഈ ഡെസേർട്ടിൽ വന്നുകാണ്ട് ആൻഡ്രോക്ലീസിനെ പിടിച്ചു. ദേ ടുക്ക് ഹിം ബാക്ക് ടു ദ ടൗൺ. എന്ത് ചെയ്തു? അവരെല്ലാവരും കൂടി ഇവരെ പിടിച്ചു കൊണ്ടുപോയിട്ട് ടൗണിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി. ദ മാസ്റ്റർ വാസ് വെരി ആംഗ്രി വിത്ത് ആൻഡ്രോക്ലീസ് ഫോർ റണ്ണിങ് അവേ. എന്തിനാണ്? ദ മാസ്റ്റർ വാസ് വെരി ആംഗ്രി. മാസ്റ്ററിന് വളരെയധികം ദേഷ്യം വന്നു. എന്തിനാ ദേഷ്യം വന്നത്? ആൻഡ്രോക്ലീസ് ഫോർ റണ്ണിങ് അവേ. ദൂരെ ഇവിടെ നിന്നും ആൻഡ്രോക്ലീസ് അവിടെ നിന്നും ദൂരെ ഓടിപ്പോയതിന് മാസ്റ്റർക്ക് വളരെയധികം ദേഷ്യം വന്നു.
he wanted to punish him. നമുക്കറിയാം ഓൾറെഡി മാസ്റ്റർ നന്നായിട്ട് ആൻഡ്രോക്ലീസിനെ എന്ത് ചെയ്തിരുന്നു? പണിഷ്മെൻറ്റ് കൊടുത്തിരുന്നു അല്ലേ? ഓരോ രീതിയിലും പണിഷ്മെൻറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരുന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ അതിലേറെ ദേഷ്യം വന്നു. അപ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും മാസ്റ്റർ നന്നായിട്ട് പണിഷ്മെൻറ്റ് കൊടുക്കുമെന്ന്. So he asked his men to put Androcles in a lion's cage. അതുകൊണ്ട് തന്നെ ഈ മാസ്റ്ററിൻ്റെ പടയാളികളോട് പറയാണ് ആൻഡ്രോക്ലീസിനെ ഒരു ലയൺസ് കേജിൽ ഇടാൻ. വാട്ട് ഈസ് ലയൺസ് കേജ്? ലയൺസ് കേജ് മീൻസ് ലയണിൻ്റെ കൂട്. നിങ്ങൾക്ക് ഈ ഇമേജിൽ കാണാൻ പറ്റും. ലയണിനൊക്കെ പിടിച്ച് കാട്ടിൽ നിന്നൊക്കെ പിടിച്ച് കൊണ്ടുവന്നാക്കുന്ന കേജ്. ഓക്കെ, കൂടിനെയാണ് ലയൺസ് കേജ്. ഓക്കെ, ആൻഡ്രോക്ലീസിനെ ഈ ഒരു ലയൺസ് കേജിലാക്കാനായിട്ട് പറഞ്ഞു. The lion roared loudly when it saw Androcles. ആൻഡ്രോക്ലീസിനെ കണ്ടപ്പോൾ കേജിലുള്ള ലയൺ ഉച്ചത്തിൽ വീണ്ടും റോറിങ് ചെയ്തു. The lion roared loudly when it saw Androcles. ആൻഡ്രോക്ലീസിനെ കണ്ടപ്പോൾ ഉറക്കനെ ഇത് റോറിങ് ചെയ്തു. Androcles was afraid. അത് കണ്ടപ്പോൾ ആൻഡ്രോക്ലീസിന് വളരെ പേടിയായി. But the lion came too near him and licked his face. പക്ഷേ പേടിച്ച് നിൽക്കുന്ന നമ്മുടെ ആൻഡ്രോക്ലീസിൻ്റെ അടുത്തേക്ക് ലയൺ വന്നു. എന്നിട്ടോ ലിക്കഡ് ഹിസ് ഫേസ്. മുന്നേ താങ്ക് യു പറയുമ്പോൾ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ത്രോണെ എടുത്ത സമയത്ത് വളരെ സന്തോഷം കൊണ്ട് ലയണ് അതിന് ലിക്കിങ് ചെയ്തിരുന്നില്ലേ? അതുപോലെ തന്നെ ലിക്കഡ് ഹിസ് ഫേസ്. ദ ലയൺ ലിക്കഡ് ഹിസ് ഫേസ്. ഇറ്റ് വാസ് ഹിസ് ഫ്രണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ഈ ലയൺ ആരാണ്? ആൻഡ്രോക്ലീസിൻ്റെ ഫ്രണ്ടാണെന്ന് മനസ്സിലായി. ദ ലയൺ ഫ്രം ദ ഡെസേർട്ട്. എവിടെയുള്ള ഫ്രണ്ടാണ്? ഫ്രം ദ ഡെസേർട്ട്. ഡെസേർട്ടിൽ നമ്മൾ കണ്ടില്ലേ, ആ ഒരു ലയൺ തന്നെയാണ് ഇത് എന്ന് ആൻഡ്രോക്ലീസിന് മനസ്സിലായി. ദ ആൻഡ്രോക്ലീസ് വാസ് നോട്ട് അഫ്രൈഡ് എനിമോർ. അതിനുശേഷം ആൻഡ്രോക്ലീസിന് പേടിയായോ? ഇല്ല, ആൻഡ്രോക്ലീസിന് പേടിയായില്ല, സന്തോഷമായി. He and the lion sat down together in the cage. എന്നിട്ടോ ആൻഡ്രോക്ലീസും ലയണും കൂടി ഒരുമിച്ച് ആ ഒരു കേജിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നു. All the people who had gathered there saw this. ഇത്ര ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം കാണാനായിട്ട് ഒരുപാട് ആളുകൾ വന്നു. കാരണം നമുക്കറിയാം എല്ലാവർക്കും ലയണിനെ ഒരുപാട് പേടിയാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കെ ഇവിടെ ലയണും ആൻഡ്രോക്ലീസും കൂടി ഒരുമിച്ച് ഇരിക്കുകയാണ് കാണുന്നത്. That is why the people gathered there and they wondered about this. ഇത് കണ്ടപ്പോൾ ആളുകൾക്കൊക്കെ വളരെയധികം അതിശയം തോന്നുകയാണ് ചെയ്യുന്നത്. They shouted, set Androcles free. He is a good man. Even the lion his friend. എന്നിട്ട് ആളുകൾ പറയാണ്, സെറ്റ് ആൻഡ്രോക്ലീസ് ഫ്രീ. ആൻഡ്രോക്ലീസിനെ ഫ്രീ ആക്കൂ. ഹീ ഈസ് എ ഗുഡ് മാൻ. നല്ലൊരു മനുഷ്യനാണ് അവർ. ഈവൻ എ ലയൺ ഈസ് ഹിസ് ഫ്രണ്ട്. ഒരു ലയണ് പോലും അവരുടെ ഫ്രണ്ട് ആവണമെന്ന് എന്നുണ്ടെങ്കിൽ എത്ര നല്ല മനുഷ്യനാണ് ആൻഡ്രോക്ലീസ് എന്ന് ആളുകൾ പറയുകയാണ്. Androcles was finally set free. Now it was his turn to say thank you to the lion. ഓക്കെ, അപ്പോൾ അതിന് ആളുകളൊക്കെ എല്ലാവരും മാസ്റ്ററിനോട് അങ്ങനെ പറഞ്ഞപ്പോൾ ആൻഡ്രോക്ലീസിനെ ഫ്രീ ആക്കി വിട്ടു. നൗ ഇപ്പോൾ എങ്ങനെയാണ്? ആൻഡ്രോക്ലീസ് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആൻഡ്രോക്ലീസ് നമ്മുടെ ലയണിനോട് എന്ത് പറയാണ്? താങ്ക് യു പറയാണ്. ഇത്രയാണ് നമ്മുടെ സ്റ്റോറി. Dear children, did you bored by hearing story? നിങ്ങൾ സ്റ്റോറി ഇങ്ങനെ കേട്ട് ബോറടിച്ചോ? Okay, then let's have a game. I know my students like game. നിങ്ങൾക്ക് എല്ലാവർക്കും ഗെയിം ഇഷ്ടമാണല്ലേ? Then let's have a game here. Okay, a small game here. Ready ആണോ? Are you ready? Okay, when I say 1, you want to clap 1 time. When I say 2, you want to clap 2 times. When I say 3, you want to clap 3 times. Don't clap, okay? Don't clap that time, okay? So, when I say 1 time. When I say 2, 1, 2, okay? When I say 3, don't clap, okay? Then let's have, okay, you understand? Then let's start. Okay, 1. All the students want to clap. Don't simply sit. ചുമ്മാ അവിടെ ഇരിക്കുകയല്ലേ വേണ്ടി, എല്ലാ കുട്ടികളും ക്ലാപ്പ് ചെയ്യണം. ഓക്കെ, റെഡി? 1, 2, 3,
Don't clap. Okay, don't clap. Okay. 1, 2, 3. Oh, someone clap. Don't clap like that. Okay. Like that way, don't clap. 3 എന്ന് പറയുമ്പോൾ ആരും ക്ലാപ്പ് ചെയ്യരുത്. ഓക്കെ, ആരൊക്കെ ഇനി ചെയ്യുന്നത് നോക്കട്ടെ കേട്ടോ. 1, 2, 3. Oh, very good. Many students did that. Let's have one more time. Okay. 1 time ചെയ്യട്ടോ. 1, 2, 3. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും മനസ്സിലായിട്ടുണ്ട് അല്ലേ? 1 എന്ന് പറയുമ്പോൾ 1 ടൈം, 2 എന്ന് പറയുമ്പോൾ 2 ടൈം, 3 എന്ന് പറയുമ്പോൾ ഡോണ്ട് ക്ലാപ്പ്. ഓക്കെ, വൺസ് മോർ. ലെറ്റ്സ് ഹാവ് 3. ഓക്കെ, 2, 1, 2. Very good. 3. Very good. You understand that. Let's have one more. 2, 1, 3. Very good. Good students. Okay. Dear children, next let's have to read the story. Okay? Dear children, you want to read with me very carefully. Okay? The lion held up its paw and roared loudly. The lion held up its paw and roared loudly. Androcles looked at the lion's paw. Androcles looked at the lion's paw. A thorn was stuck in it. He gently pulled the thorn out of the lion's paw. He gently pulled the thorn out of the lion's paw. The lion licked his face. The lion licked his face. This was the lion's way of saying thank you. This was the lion's way of thank you, way of saying thank you. What do you understand from here? ആൻഡ്രോക്ലേസ് നോക്കിയ സമയത്ത് ലയണിൻ്റെ പോയിൽ എന്തുണ്ട്? ഒരു മുള്ള് കുത്തി നിൽക്കുന്നുണ്ട് അല്ലേ? അത് ആര് കണ്ടു? ആൻഡ്രോക്ലേസ് കണ്ടു. ആൻഡ് ഹീ ജെന്റ്ലി പുള്ള് അല്ലേ? അത് പതുക്കനെ അത് വലിച്ച് പുറത്തേക്ക് എടുത്തു. അതിൻ്റെ സന്തോഷത്തിൽ ലയണ് ആൻഡ്രോക്ലേസിൻ്റെ ഫേസിൽ ലിക്കിങ് ചെയ്തു അല്ലേ?
ഓക്കെ, അത്രയാണ്. ദെൻ ലെറ്റ്സ് ഹാവ് ടു റീഡ്. എൻ്റെ കുട്ടികൾ കൂടെ തന്നെ റീഡ് ചെയ്യണം കേട്ടോ. ഓക്കെ. Androcles and the lion become friends. Androcles and the lion become friends. He stayed in the cave. He stayed in the cave for a few days. He stayed in the cave for a few days. One day, the മാസ്റ്റേഴ്സ് അപ്പോസ്ട്രോഫി വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് ലയൺസ് എന്നൊക്കെ നമ്മൾ കണ്ടില്ലേ, ൻ്റെ എന്ന് പറയുന്നതാണ്, മാസ്റ്ററിൻ്റെ. ഓക്കെ. വൺ ഡേ the master's man came to the desert and caught Androcles. They took him back to the town. Once more. One day, the master's men came to the desert and caught Androcles. They took him back to the town. Dear children, the remaining section of the story let's have to read in next class. Okay, ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ റീഡ് ചെയ്യാം. ഓക്കെ ഡിയർ ചിൽഡ്രൻ, യു വാണ്ട് ടു റീഡ് മെനി ടൈംസ്. ഓക്കെ, മോർ ടൈംസ്, ഒരുപാട് തവണ എൻ്റെ കുട്ടികൾ ഈ ഒരു സ്റ്റോറി റീഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് ഹാവ് sight words. Okay, next let's have sight words. First word is slave. What is slave? Who is slave? A man or a woman who has to work for someone else and is not free to live. A man or a woman who has to work for someone else. ഒരു മാനോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു വുമനോ മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. ഈസ് നോട്ട് ഫ്രീ ടു ലീവ്. തനിച്ച് സ്വന്തം ഇഷ്ടത്താൽ ഒരിക്കലും ജീവിക്കാൻ പറ്റാത്തവരാണ്. വി കൻ കോൾ ദം ഇൻ മലയാളം അടിമ എന്ന് പറയും അല്ലേ. നമുക്ക് ഈ കാലങ്ങളിലൊന്നും കാണാൻ പറ്റില്ല, ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു സ്ലേവ്. ഓക്കെ, so slave means a man or woman who has to work for someone else and is not free to live. Okay, next desert. A very dry and hot place where there is a lot of sand and very few plants. എന്താണ് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ? ഒരു സ്ഥലമാണ്, ഒരു പ്ലേസാണ്. എങ്ങനെയുള്ള സ്ഥലമാണ്? വെരി ഡ്രൈ ആൻഡ് ഹോട്ട് പ്ലേസ്. വളരെ ഡ്രൈയും പിന്നെ ഹോട്ട്, വളരെയധികം ചൂടുമുള്ള ഒരു സ്ഥലമാണ്. ദർ ഈസ് എ ലോട്ട് ഓഫ് സാൻഡ് ആൻഡ് വെരി ഫ്യൂ പ്ലാന്റ്സ്. നോക്കുന്നവിടുത്തെ ഫുള്ളായിട്ട് നമുക്ക് സാൻഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, മണലുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. മണലായിരിക്കും, പിന്നെ മരങ്ങളുണ്ടായിരിക്കോ? ഇല്ല, എവിടെയെങ്കിലുമൊക്കെ ചെറിയ പ്ലാന്റുകൾ മാത്രമേ കാണാൻ നമുക്ക് പറ്റുള്ളൂ. ഇങ്ങനെയുള്ളതാണ് ഡെസേർട്ട്. നെക്സ്റ്റ് വേർഡ് ഈസ് ടയേർഡ്. വാട്ട് ഈസ് ടയേർഡ്? ഫീലിംഗ് ദാറ്റ് യു നീഡ് ടു റെസ്റ്റ് ഓർ സ്ലീപ്പ്. ലാക്ക് ഓഫ് എനർജി.
ഫീലിംഗ് ദാറ്റ് യു നീഡ് ടു റെസ്റ്റ് ഓർ സ്ലീപ്പ്, ലാക്ക് ഓഫ് എനർജി. നമ്മുടെ എനർജി കുറവാവുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് എന്താണ്? ഒന്നുകിൽ റെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്ലീപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്ങിനെയാണ് എന്ന് വെച്ചാൽ ക്ഷീണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടയേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോ. പോ, വാട്ട് ഈസ് പോ? ദ ഫുട്ട് ഓഫ് ആൻ ആനിമൽ വിത്ത് ക്ലോ ആൻഡ് പാഡ്സ്. ദ ഫുട്ട് ഓഫ് ആനിമൽസ് വിത്ത് ക്ലോ ആൻഡ് പാഡ്സ്. ഈ ആനിമൽസിൻ്റെ ഫുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോ എന്ന് പറയുന്നത്. ദ പോ ഈസ് ദ ഫുട്ട് ഓഫ് ആനിമൽ വിത്ത് ക്ലോ ആൻഡ് പാഡ്സ്. നെക്സ്റ്റ് വേർഡ് ഈസ് തോൺ. വാട്ട് ഈസ് തോൺ? ഷാർപ്പ് പോയിന്റഡ് പാർട്ട് ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ ഷാർപ്പ് അല്ല എന്നുണ്ടെങ്കിൽ പോയിന്റഡ് ഭാഗത്തെയാണ് നമ്മൾ തോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഓക്കെ, നമുക്ക് ഇന്നെ ഒരു മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മുള്ള് എന്ന് പറയാം. ഓക്കെ, തോൺ, മുള്ള്. ഓക്കെ, സോ ഡിയർ ചിൽഡ്രൻ, യു വാണ്ട് ടു റൈറ്റ് ദീസ് ആർ ദ സൈറ്റ് വേർഡ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഓക്കെ, സൈറ്റ് വേർഡ്സ് എന്ന് എഴുതിയിട്ട് ഈ വേർഡും ഇതിൻ്റെ മീനിങ്ങും നിങ്ങൾ ഇതിലേക്ക് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മീനിങ്ങും നിങ്ങൾ ഇതിലേക്ക് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതി കൊടുക്കണം. ഓക്കെ, so dear children, hope you understand today's class. Here I am going to wind up our class. Thank you. Have a nice day.